വെൽക്കം ടു അബി റിവീൽസ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ബ്ലാസ്റ്റ് എന്ന സിനിമയെ പറ്റിയാണ്. എനിക്കൊരു എൻഗേജിങ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്ന ഒരു പടം. ശരിക്കും ഞാൻ ഈ സിനിമ ഇത്ര എൻജോയ് ചെയ്ത് കരുതി പോലും ഇല്ല. നമ്മൾ എത്ര വർഷങ്ങളായിട്ട് ഹീറോ സെന്റേഡ് ആയ മാസ പടങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ഇത് ഹീറോ സെന്റേഡ് അല്ല, ഇതൊരു ഫാമിലി വെച്ചിട്ടാണ് ഒരു മാസ പടം പെടച്ചു വിട്ടിരിക്കുന്നത്. അതും പാക്ഡ് തിയേറ്റർ ഓഡിയൻസിനോട് കണ്ട ആൾക്കാരുണ്ടല്ലോ, ഒരു ഭാഗ്യവന്മാരെന്ന് പറയുള്ളൂ. ആ ഒരു വിസലടിയും കയ്യടിയും എനർജിയൊക്കെ ഊഹിക്കാവുന്നേ ഉള്ളൂ. അതൊക്കെ ഞാൻ എൻ്റെ ഈ തിയേറ്ററിൽ മിസ് ചെയ്തു. ആകെ 15 പേരുണ്ടായുള്ളൂ. അതിന് ഞാൻ മാത്രം ഒച്ചുണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അമ്മാതിരി ലെവൽ സാധനം. നമ്മൾ എത്ര മാസപ്പടങ്ങൾ കണ്ടാലും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയി തിയേറ്ററിൽ കിട്ടുന്ന ഒരു സെലിബ്രേഷൻ ഉണ്ടല്ലോ, അതാണ് ഈ സിനിമ. ഞാൻ ആ ഒരു ഗണത്തിൽ കൂട്ടും ഈ പടത്തിനെ ഫസ്റ്റ് ഹാഫ് ഒരു ബിൽഡപ്പ് ടൈപ്പാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി, ഇമോഷൻസ്, അതേപോലെ വില്ലൻസ്, കോൺഫ്ലിക്റ്റ്, അങ്ങനെ ഓരോ ലെയർ ബൈ ലെയർ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ഫസ്റ്റ് ഹാഫ് ആണ്. പക്ഷെ ഇന്റർവെൽ അത് എത്തുമ്പോഴാണ് ആ ഒരു ബിൽഡപ്പ് വേർത്താണ് നമുക്ക് ഫീൽ ചെയ്യണത്. ഇന്റർവെൽ നമുക്ക് കിട്ടുന്ന ആ ഒരു എനർജി ഉണ്ടല്ലോ, അത് എങ്ങനെ വിവരിച്ച് പറയണമെന്ന് പറഞ്ഞാൽ അമ്മാതിരി ലെവലിൽ ഒരു ഇന്റർവെൽ ആണ് ഈ ഡെബ്യൂ ഡയറക്ടർ സുഭാഷ് കെ രാജ് പെട്ടച്ച് വിട്ടിരിക്കുന്നത്. ഞാൻ കുറെ കാലം കഴിഞ്ഞിട്ട് ഇത്രയും ഒരു പൊളി കൊലപ്പൊളി ഇന്റർവെൽ കാണുന്നത്. അവസാനം ഇത്രയും കിടുക്കാച്ച് ഇന്റർവെൽ കണ്ടത് ജയിലറിന്റെ ഇന്റർവെലും അതേപോലെ ലിയോയുടെ ഇന്റർവെല്ലായിരുന്നു. അമ്മാതിരി ലെവല് സാധനമാണ് ഈ കുടുംബത്തെ വെച്ച്, ഈ ഒരു കരാട്ടെ കുടുംബത്തെ വെച്ചിട്ട് ഈ ഡയറക്ടർ ചെയ്ത് വെച്ചിരിക്കുന്നത്. സെക്കൻഡ് ഹാഫ് തൊട്ടുള്ള മൊത്തം പിന്നെ ഒരു ആക്ഷൻ മോഡാണ് ഈ പടം. സെക്കൻഡ് ഹാഫിൽ ആക്ഷൻ സീക്വൻസ് കോറിയോഗ്രാഫി ചെയ്ത രീതി ഗംഭീരമായിരുന്നു, കിടിലനായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് അങ്ങനെ ഇത്ര കിടിലായിട്ട് വരാനുള്ള കാരണം ഇതിന്റെ കാസ്റ്റിംഗ് ആണ്, ഇതിന്റെ പെർഫോമൻസസ്. പ്രീതി മോഹൻ അന്യായ ലെവൽ സാധനം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിന്റെ ആക്ഷനിൽ. നമുക്ക് ആ ഒരു എഫർട്ട് നമുക്ക് ശരിക്കും കാണാൻ പറ്റും, എവിഡന്റ് ആണ്. ആ പ്രീതി കൊടുക്കുന്ന ഓരോ ചവിട്ടലും ആ ഒരു ഇടിയിലും പോലും നമുക്ക് ആ ഒരു ഇമ്പാക്ട് ഫീൽ ചെയ്യും. നമ്മുടെ ലോകയിൽ കല്യാണി ചെയ്തതിന്റെ നെക്സ്റ്റ് ലെവൽ ഒരു ആക്ഷൻ സംഭവമാണ് ഇതിനകത്ത് പ്രീതി ചെയ്ത് വെച്ചിരിക്കുന്നത്. ആക്ഷൻ കിങ് അർജുൻ. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞ അർജുൻ ആക്ഷൻ കിങ് ആയത്. ഇത്ര കാലം ഉറക്കത്തിലായിരുന്നു. ഇപ്പൊ ആ ഒരു ടൈലർ മെയ്ഡ് റോള് കിട്ടി, അത് സ്ക്രീൻ പ്രസൻസ് വെച്ചും ആക്ഷൻ വെച്ചും തകർത്ത് പൊളിച്ചിട്ടുണ്ട്. അഭിരാമി അത് വേറൊരു ഞെട്ടല്. അഭിരാമി ഇത്ര അടിപൊളിയായിട്ട് ആക്ഷൻ ചെയ്യുന്ന വിചാരിച്ചില്ല. ആക്ഷനിലും ആ ഒരു ഫിസിക്കിലും ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവര് കാസ്റ്റിംഗ് ഒരു പൊളിയായിരുന്നു, ഇവര് പെർഫോം ചെയ്തു തകർത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ജോൺ കൊക്കനാണ് ഇതിന്റെ മെയിൻ വില്ലൻ കഥാപാത്രം ചെയ്തിരിക്കുന്നത്. ആ ഒരു ഡേഞ്ചറസ് വൈബ് ജോൺ കൊക്കൻ എന്ന ആക്ടറിനെ കൊണ്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അവസാനമൊക്കെ ആയപ്പോൾ ആ ഒരു വില്ലൻ ക്യാരക്ടർ ഒരു ടിപ്പിക്കൽ രീതിയിൽ തന്നെ മാറുന്നുണ്ടായി. പിന്നെ ഇതിനകത്ത് വേറെ കുറെ പോലീസ് അപ്ലോഡ്സ് ഉണ്ട്. ആ ഒരു പോലീസ് അപ്ലോഡ്സിലും വലിയൊരു കാര്യമൊന്നും ഉണ്ടായില്ല, അത് ഏത് വഴിക്ക് പോയെന്ന് പോലും മനസ്സിലായില്ല. പക്ഷെ എന്ത് വന്നാലും ഇതൊക്കെ കണ്ണടക്കാവുന്നേ ഉള്ളൂ. മാസ് എലിവേഷനും ഇതിന്റെ ആക്ഷൻ മൊമെന്റുകളും ഇതിന്റെ ഇന്റർവെൽ ബ്ലോക്കും അതിനുശേഷം ആക്ഷൻ മൊമെന്റ്സും ഈ സിനിമയിലെ ഒരു പാക്ഡ് ഓഡിയൻസിനോട് അല്ലെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമ എന്ന് പറയാൻ പറ്റിയൊരു പടം തന്നെയാണ്. നിങ്ങൾ മിസ് ചെയ്യും ഈ പടം തിയേറ്ററിൽ കണ്ടില്ലെങ്കിൽ. അത്രയും കിടിലൻ ഒരു സംഭവമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ അടുത്ത് ഒരു നടന്മാരെ കൊണ്ടും പറ്റാത്തത് ഈ ഒരു കരാട്ടെ കുടുംബം നമുക്ക് ആ ഒരു ഫീല് തന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ സിനിമയുടെ ക്ലൈമാക്സ് ആയപ്പോൾ ആ ഒരു പഞ്ച് കിട്ടിയില്ല. അതുവരെ കൊണ്ടുപോയ പഞ്ച് ആ ഒരു ക്ലൈമാക്സിൽ കുറച്ച് വീക്കായി പോലും ഫീൽ ചെയ്തു. അതേപോലെ തന്നെ അവസാനത്തെ തൊട്ട് മുന്നത്തെ ഒരു ആക്ഷൻ മൊമെന്റിൽ ആ ഒരു ഇമോഷൻ കയറ്റിയിട്ടുണ്ട്. ആ ഒരു ഇമോഷൻ കയറ്റിയ രീതിയും അങ്ങോട്ട് വർക്കായില്ല. കുറച്ച് ക്രിഞ്ച് വർത്തിയായിട്ടാണ് ഫീൽ ചെയ്തത്. ആ ഒരു മനസ്സിലായി, ആ ഐഡിയ നല്ലതായിരുന്നു, പക്ഷെ അത് അങ്ങോട്ട് വർക്കായില്ലെന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പക്ഷെ എന്നാലും ഞാൻ പറയാണ്, ഇത് ഒരു എന്റർടൈനിങ് എന്റർടൈനിങ് പടം തന്നെയാണ്. തിയേറ്ററിൽ നിങ്ങൾ മിസ് ചെയ്യരുത്. ഇതിനെയാണ് പറയണത് ഒരു പ്രോപ്പർ മാസ് ഫാമിലി എന്റർടൈനർ. ഒരു നല്ല തിയേറ്ററിൽ നല്ല പാക്ഡ് ഓഡിയൻസ് ആയിട്ട് കാണുക. തിയേറ്ററിൽ കുലുങ്ങും.